വായന പഠിച്ചതിന് ശേഷം രാമായണം, കൃഷ്ണപ്പാട്ട്, ഭാരതം അങ്ങനെയൊക്കെയുള്ളത് അമ്മയ്ക്ക് വായിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ വായനയിലൂടെ അന്ന് എന്നിലേക്ക് വന്നിട്ടുള്ള ചില ആശയങ്ങളുണ്ടാകും. അതെന്നെ സ്വാധീനിച്ചിട്ടുണ്ടാകും എന്നാണ് തോന്നുന്നത്. ഒരു സന്യാസ ജീവിതത്തിൻ്റെ ചില അംശങ്ങൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകാനിടയുണ്ടാവും. അതുകൊണ്ടായിരിക്കാം മറ്റു മോഹങ്ങൾ അധികം ഇല്ലാതെ വരുന്നത്. വലിയ കർക്കശക്കാരൻ എന്നൊരു പേരുണ്ടത്. അല്ല, അതുകൊണ്ട് ചോദിച്ചാണ്. പക്ഷെ അപ്പൊ എൻ്റെ കണ്ടെത്തലുകൾ ശരിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറ് സ്കൂൾ ആ സമയത്തൊക്കെ അല്ലെങ്കിൽ കോളേജിലൊക്കെ നാടകങ്ങളിലും വല്ലതും അഭിനയിച്ചിട്ടുണ്ടോ? നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട്. ആണോ? UP സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നോടൊരു മാഷ് പറഞ്ഞു കഥാപ്രസംഗം നടത്തണം. അങ്ങനെ ഞാനൊരു കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട്. അതിൽ പാട്ടുകളൊക്കെ പാടണ്ടേ? പാടണം, പാട്ടൊക്കെ പാടും. പിന്നെ നമുക്കൊരു പാട്ട് പാടണേ. പിന്നെ അത് ഇരിക്കട്ടെ. അതെ അതെ. ജാലവിദ്യ, മാജിക്. അതായത് ഒരു നൂലിന്മേലൊരു ചോക്ക് കിട്ടും. ചോക്കല്ലേ എഴുതുന്നത്? ആ ചോക്ക് കെട്ടിയിട്ട് ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഈ നൂലങ്ങോട്ട് കത്തിക്കും. കത്തിയാലും ചോക്ക് വീഴില്ല. അപ്പോൾ അതിൻ്റെ വിദ്യ എന്താണെന്ന് പറഞ്ഞാൽ ഈ നൂല് പലവട്ടം ഉപ്പുവെള്ളത്തിൽ മുക്കി ഉണക്കുക. അങ്ങനെ ഉണക്കിയെടുത്തിട്ട് കത്തിച്ചാൽ ആ ചാരം അങ്ങനെ തന്നെ നിൽക്കും, വീണുപോകാതെ, ചോക്ക് വീണുപോകാതെ നിൽക്കും. ഇതാണ് ഒരു ജാലവിദ്യ. മറ്റേ ഒരു കഥാപ്രസംഗം ഞാൻ നടത്തിയിരുന്നു. ഒരു വലിയ ആൽമരത്തിൻ്റെ താഴെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നത്, അദ്ദേഹത്തിൻ്റെ തലയിൽ നെറ്റിയിലൊരു ചെറിയ അതിൻ്റെ കായ വന്ന് വീഴുന്നു. അപ്പോൾ ഈ കായല്ല തെങ്ങിൻ്റെ തേങ്ങ പോലത്തെ ആണെങ്കിൽ എൻ്റെ കഥ എന്താകുമായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയുടെ ഒരു പ്രത്യേകത കാണിക്കുന്ന ഒരു കഥയായിരുന്നു. ഓക്കെ.